നിങ്ങൾ നോക്കണം, ഇവിടെ ഒരുപാട് മുസ്ലിം സംഘങ്ങളും സംഘടനകളുമുണ്ട്. ആദർശപരമായി വിയോജിപ്പുണ്ട്, ശരി തന്നെ. പക്ഷേ ആദർശത്തിന്റെ കാര്യം നമുക്ക് പ്രമാണം നോക്കി വിലയിരുത്താവുന്നതാണ്. എന്നാൽ നിലപാടുകളിൽ രാഷ്ട്രീയമായ മുദ്രാവാക്യവും അജണ്ടയും ഒന്നാമതായി എടുക്കുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിലില്ല. ജമാഅത്തെ ഇസ്ലാമി വളർത്തിക്കൊണ്ടുവന്ന സിമി ഉണ്ടാക്കിയ NDF-ഉം പോപ്പുലർ ഫ്രണ്ടുമല്ലാതെ. അതുകൊണ്ട് ആ രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മതപ്രബോധനത്തിന്റെ കളം മാറ്റി നിർത്തി രാഷ്ട്രീയ രംഗത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു തൂവലണിയേണ്ടി വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ശക്തമായ പ്രബോധന പ്രവർത്തനം മറ്റുള്ള പ്രസ്ഥാനങ്ങൾ നിർവഹിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി അതിന്റെ ആദർശ നിലപാട് പ്രാമാണികമായി വേറെ വിലയിരുത്താവുന്നതാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കേട്ടോളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാഭാവികവും അനിവാര്യവുമായ ഒരു വികാസമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ജമാഅത്തിന്റെ സ്തംഭനം മാറ്റാൻ ഒരു മരുന്ന് കൊടുക്കണം നമ്മൾ. എന്താ സംഗതി? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാഭാവികവും അനിവാര്യവുമായ വികാസമായിട്ടാണ്. നല്ല അനിവാര്യമായ വികാസ എന്ത്? വെള്ളത്തിൽ വരയ്ക്കുക, ശിർക്ക്, കുഫർ, തൗഹീദിന് വിരുദ്ധം, അനനുവദനീയം എന്നിങ്ങനെ പഠിപ്പിക്കപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയോട് ചേർന്ന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അതിന്റെ മുന്നോടിയായി പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കാനും ഇവിടെ ഈ കൊടിയത്തൂർ, ചേന്നമംഗലൂർ പരിസരങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വരെ മത്സരിക്കാനും ജയിക്കാനും തോൽക്കാനുമൊക്കെ ജമാഅത്തിന്റെ പ്രവർത്തകരായ ആളുകൾ കടന്നു വന്നെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അമീർ ഇപ്പോൾ പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്ന് വ്യക്തമായി നയം പ്രഖ്യാപിച്ച അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അമീർ പറയുന്നു, കേവലം ഒരു രാഷ്ട്രീയക്കാരന്റെ നാലാംകിട നിലവാരത്തിൽ എന്താ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാഭാവികവും അനിവാര്യവുമായ ഒരു വികാസമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. കാലം ചിലത് ആവശ്യപ്പെടുമ്പോൾ മാറി നിൽക്കാൻ പാടില്ല. നോക്കണേ, അള്ളയും റസൂലും പറയുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, കാലം പറയട്ടെ, ശിർക്കിന്റെ കൂടെ നിൽക്കണോ തൗഹീദിന്റെ കൂടെ നിൽക്കണോ? ഇപ്പൊ കാലം ആവശ്യപ്പെട്ടപ്പോ ഹറാം ഹലാലായി, ഇനി വാജിബാകുമെന്ന് ഞങ്ങൾക്കറിയാം. പണ്ട് വോട്ടങ്ങനെയായിട്ടുണ്ട്. അതൊരിക്കൽ ശിർക്കായിരുന്നു, കുഫറായിരുന്നു. പിന്നീട് അത് മെല്ലെ മെല്ലെ ഹലാലായി വന്നു, പിന്നെ അത് അമാനത്തായി വന്നു, പിന്നെ അത് വാജിബായി വന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ കാലത്തിന്റെ ആവശ്യമായിട്ടുണ്ട്. ഇനി ഇത് അമാനത്തും വാജിബും ഒക്കെ ആയി മാറുമെന്നറിയാം. ഏതായാലും മതരംഗത്ത് പ്രബോധന കളരിയിൽ നിന്ന് മാറി നിന്നതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയായി ഇത് ഉപയോഗപ്പെടുത്തുകയാണ്.